ആരാണ് ഈ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി? നിങ്ങളൊരു നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റിയുടെ കൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവരിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ. ആദ്യമായിട്ട് അവർ ഭയങ്കര സെൽഫ് ലവ് ഉള്ള ആളുകളായിരിക്കും. ഈ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ ഞാൻ, എൻ്റേത്, എനിക്ക് എന്ന ചിന്ത മാത്രമായിരിക്കും അവർക്കുണ്ടാവുക. ഈ സെൽഫ് ലവ് കൂടി അതൊരു തരത്തിലുള്ള വലിയ ഈഗോ ആയി മാറുന്നതാണ് ഇവരുടെ ആദ്യത്തെ ലക്ഷണം. രണ്ടാമതായിട്ട് ഇവർക്ക് എമ്പതി, സിമ്പതി, പരിഗണന ഇതൊന്നും ഉണ്ടാവില്ല. നമ്മൾ എത്ര തന്നെ അത് എക്സ്പെക്റ്റ് ചെയ്താലും അത് തരാനോ ഇനി അങ്ങനെ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് വെറും അഭിനയമാണെന്നാണ് അവരുടെ വാദം. അതുപോലെ തന്നെ ഈ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള ആളുകളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ, നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ അവരെ ആരോപിച്ചാൽ അത് ഏത് വിധേനയും കഥകൾ മെനഞ്ഞ് അതിനെ ന്യായീകരിക്കാനും അതില്ലാതാക്കാനും അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അസാമാന്യ വാക്ചാതുര്യവും കഥകൾ മെനയാനുള്ള കഴിവും ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ്. തർക്കിച്ച് ജയിക്കുക എന്നതാണ് ഇവരുടെ പ്രധാന കരുത്ത്. അതിനുവേണ്ടി അവർ ഏതറ്റം വരെയും പോകും. അവരുടെ നിലയിലേക്ക് നമ്മളെ താഴ്ത്തുകയും പരിഹസിക്കുകയും ചെയ്യും. അവസാനം അവർ വിജയിച്ചു എന്ന് മനസ്സിലാക്കുന്നിടത്ത് മാത്രമേ അതവർ അവസാനിപ്പിക്കുകയുള്ളൂ. മാത്രമല്ല, ഇത്തരത്തിലുള്ള ആളുകൾക്ക് ചെറിയ വിമർശനങ്ങൾ പോലും താങ്ങാൻ കഴിയുകയില്ല. അവരതിനെ ഏത് വിധേനയും അടിച്ചമർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പരാജയപ്പെടുക, ഈഗോയെ ഹേർട്ട് ചെയ്യുക എന്നതെല്ലാം അവരുടെ ജീവിതത്തിലെ വലിയ തോൽവിയാണെന്നാണ് അവർ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റിയുടെ കൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ അടുത്ത് നിന്ന് എത്രയും പെട്ടെന്ന് മാറി നിൽക്കേണ്ടത് അത്യാവശ്യമാണ്.